നമ്മൾ റാഹത്തിന് വേണ്ടിയല്ല വന്നിരിക്കുന്നത്, ഹിദായത്ത് കരസ്ഥമാക്കാൻ വേണ്ടി വന്നതാണ്. സഹാബാക്കളായ മഹാരഥന്മാരുടെ ജീവിതം ഹിദായത്തിനുള്ള ഉയർന്ന മാതൃകയാണ്. ഖിയാമത്ത് നാൾ വരെ വരുന്ന ഉമ്മത്തിനുള്ള മാർഗദർശനം അള്ളാഹു നബിതങ്ങളിലൂടെയും സഹാബാക്കളിലൂടെയും നമുക്ക് നൽകിയിരിക്കുകയാണ്. നമ്മുടെ പരിശ്രമം തന്നെ പള്ളിയെ ജീവിപ്പിക്കലാണ്. അള്ളാഹുവിലും ആഖിറത്തിലും യഖീനുള്ളവരാണ് പള്ളിയെ ജീവിപ്പിക്കുന്നത്. പള്ളിയെ ജീവിപ്പിക്കുന്നവരെ അള്ളാഹു റാഹത്ത് കൊണ്ട് അനുഗ്രഹിക്കും. പള്ളി അള്ളാഹുവിൻ്റെ വീടാണ്, ബഹളം ഉണ്ടാക്കാനുള്ള സ്ഥലമല്ല. ഇബാദത്ത് ചെയ്യാനുള്ള, ഖുർആൻ ഓതാനുള്ള, ദിക്ർ ചെയ്യാനുള്ള സ്ഥലമാണ്. ചേർന്നിരിക്കുന്നു. പള്ളികളെ ജീവിപ്പിക്കുന്നവരെ അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിക്കും. അള്ളാഹുവിന്റെ റഹ്മത്തിന് നമ്മൾ എല്ലാവരും ആവശ്യക്കാരാണ്. അള്ളാഹു അവന്റെ തൃപ്തിയും നൽകും. സിറാത്ത് പാലത്തിലൂടെ അള്ളാഹു മിന്നൽ വേഗത്തിൽ കടത്തിവിടും, സ്വർഗത്തിൽ പ്രവേശനം നൽകും. പള്ളികളെ ജീവിപ്പിക്കുന്നവർക്കുള്ള, പള്ളികളെ ഇബാദത്ത് കൊണ്ട് ഹയാത്താക്കുന്നവർക്കുള്ള പ്രയോജനമാണ്. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഏത് പരിശ്രമത്തിലൂടെ അള്ളാഹു ഹിദായത്ത് നൽകുമോ ആ പരിശ്രമം പഠിക്കാൻ വേണ്ടിയാണ്. സഹാബാക്കള് ദീനിന്റെ മജ്ലിസിൽ ചേർന്നിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഖുർബാനിയിലൂടെയാണ് അള്ളാഹു ദീനിൽ നമുക്ക് മുൻഗണന നൽകുന്നത്, ദീനിൽ ഉയർച്ച നൽകുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും അള്ളാഹുമായി സാമീപ്യം ആഗ്രഹിക്കുന്നു. അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടുന്നത് എങ്ങനെയാണ്? സഹാബാക്കളുടെ ജീവിതത്തിലൂടെയാണ്. അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ ദുആക്കളെ സ്വീകരിക്കും. നമുക്കറിയാം, സാമീപ്യമുള്ള ആളുടെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചു കൊടുക്കാറുണ്ട്. അള്ളാഹുമായി സാമീപ്യം സിദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്ന ദുആയെ അവൻ സ്വീകരിക്കും. അതുകൊണ്ട് നമ്മുടെ താല്പര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിലല്ല വിജയം, നേരെ മറിച്ച് അള്ളാഹിന്റെ കൽപ്പനകൾ പൂർത്തീകരിക്കുന്നതിലാണ് വിജയം. ഇത് കളിയല്ല. നബിതങ്ങളുടെ ജീവിതവും സഹാബാക്കളായ മഹാരഥന്മാരുടെ ജീവിതവുമാണ് വായിക്കാൻ വേണ്ടി പോകുന്നത്, കേൾപ്പിക്കാൻ വേണ്ടി പോകുന്നത്.
അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കണം നബിതങ്ങളുടെ ജീവിതം നമ്മളിൽ ഉണ്ടായിത്തീരണം, സഹാബാക്കളായ മഹാരഥന്മാരുടെ ജീവിതം നമ്മളിൽ ഉണ്ടായിത്തീരണം. നമുക്കും ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ മനുഷ്യർക്കും മാതൃകയാണ് നബിതങ്ങളും സഹാബാക്കളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, എൻ്റെ സഹാബാക്കൾ നക്ഷത്ര തുല്യരാണ്, അവരിൽ ആരെ പിൻപറ്റി കഴിഞ്ഞാലും നിങ്ങൾ ഹിദായത്തിലായിത്തീരും. അതുകൊണ്ട് സഹാബാക്കളുടെ ജീവിതം നമ്മൾ പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ പള്ളിയിൽ എങ്ങനെയായിരുന്നു വന്നത്, എങ്ങനെയാ പള്ളിയിൽ കഴിഞ്ഞുകൂടി, ഇതെല്ലാം നമ്മൾ പഠിക്കണം. ചേർന്നിരുന്നോളെ, ഹയാത്ത് സാബ് വായിക്കാൻ വേണ്ടി പോവാണ്. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. التوكل. أخذ الشيخان عن جابر رضي الله عنه أنه غزا مع رسول الله صلى الله عليه وسلم غزوة نجد، فلما قفل رسول الله صلى الله عليه وسلم أدركته القائلة في واد كثير العظام، فتفرق الناس يستظلون بالشجر، وكان رسول الله صلى الله عليه وسلم تحت ظل شجرة فعلق بها سيفه. قال جابر: فنمنا نومة فإذا رسول الله صلى الله عليه وسلم يدعونا فأجبناه، وإذا عنده أعرابي جالس، فقال رسول الله صلى الله عليه وسلم: إن هذا احترق سيفي وأنا نائم، فاستيقظت وهو في يده صلدا، فقال: من يمنعك مني؟ قلت: الله. فقال: من يمنعك مني؟ قلت: الله. فشام السيف وجلس ولم يعاقب رسول الله صلى الله عليه وسلم وقد فعل ذلك. وعند البيهقي عن جابر رضي الله عنه قال: قاتل رسول الله صلى الله عليه وسلم محاربا وغطفانا بنخلة، فرعوا من المسلمين غلة، فجاء رجل منهم يقال له غوث بن الحارث حتى قام على رسول الله صلى الله عليه وسلم بالسيف، وقال: من يمنعك مني؟ قال: الله. فسقط السيف من يده، فأخذ رسول الله صلى الله عليه وسلم السيف وقال: من يمنعك مني؟ فقال: كن خير آخذ. قال: تشهد أن لا إله إلا الله؟ قال: لا، ولكن أعاهدك على أن لا أقاتلك ولا أكون مع قوم يقاتلونك. فخلى سبيله، فأتى أصحابه فقال: جئتكم من عند خير الناس. ثم ذكر صلاة الخوف كذاك بداية. मेरे दोस्तों സഹോദരന്മാരെ, ഉമ്മത്ത് എന്തുകൊണ്ടാണ് വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലും അകപ്പെട്ടു പോയത്? അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് പ്രതീക്ഷ വയ്ക്കുകയും അള്ളാഹു അല്ലാത്തവരെ പേടിക്കുകയും ചെയ്തതിന്റെ പേരിലാണ്. അള്ളാഹു അല്ലാത്തവരെ പേടിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ കാര്യം മറ്റുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ മേൽ യഥാർത്ഥമായി നമ്മുടെ കാര്യങ്ങൾ ബരമേൽപ്പിക്കുകയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് രൂപത്തിലാണ് അവന്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നത്? പക്ഷികളുടെ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിലും ഉപരിയായി നന്നായി അവന്റെ ആവശ്യങ്ങൾ, അവന്റെ ആഹാരത്തിന്റെ കാര്യങ്ങൾ, അവന്റെ ജീവിത ഉപാധികൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഹദീസിൽ വരുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിന്റെ മേൽ ബരമേൽപ്പിക്കേണ്ടുന്ന രൂപത്തിൽ ബരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പക്ഷികളെ ആഹരിപ്പിക്കുന്നത് പോലെ നിങ്ങളെ ആഹരിപ്പിക്കുന്നതാണ്. ദുനിയാവ് ദാറുൽ അസ്ബാബാണ്.
എല്ലാവരുടെയും ധാരണയും സങ്കല്പവും അസ്ബാബില്ലാതെ ഭക്ഷണം കിട്ടുകയില്ല എന്നാണ്. മൗലാന ഇല്യാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ടായിരുന്നു, അസ്ബാബുകൾക്ക് ഒരിക്കലും യഖീനുമായി യാതൊരു സ്ഥാനവുമില്ല. അഥവാ നമ്മൾ അസ്ബാബുകളിൽ യഖീൻ വെക്കുകയാണെങ്കിൽ അമലുകളിലൂടെ ഒരിക്കലും നമ്മൾ വിജയം മനസ്സിലാക്കുകയും അതിന്റെ യഖീൻ ഹൃദയത്തിൽ ഉണ്ടാകുകയും ചെയ്യുകയില്ല. അമലുകളിലൂടെയുള്ള വിജയം നമ്മുടെ ഹൃദയം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് ഹൃദയത്തിൽ അസ്ബാബുകൾക്ക് സ്ഥാനം നൽകരുത്. ഒരിക്കലും ഹൃദയത്തിലെ അസ്ബാബുകളുടെ യഖീനിനും സ്ഥാനം നൽകരുത്. ഒരിക്കലും അസ്ബാബുകളിൽ നമ്മുടെ ഹൃദയം കൊണ്ട് പ്രതീക്ഷ വെക്കരുത്. അഥവാ നമ്മൾ അസ്ബാബുകളുടെ യഖീൻ ഹൃദയത്തിന് നൽകിക്കഴിഞ്ഞാൽ, അതിന്റെ സ്ഥാനം ഹൃദയത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അമലുകളിൽ നിന്ന് പിന്നിലായി പോകും. അള്ളാഹു അല്ലാത്ത ഒരു ശക്കലുകളിലും ഒരു വസ്തുക്കളിലും നമ്മളുടെ യഖീൻ നൽകാൻ യാതൊരു അവകാശവും നമുക്കില്ല. നമ്മൾ അസ്ബാബുകളെ തിരഞ്ഞെടുക്കാം. ദുനിയാവിന്റെ ഉപാധികളെയും ഏർപ്പാടുകളെയും നമുക്ക് തിരഞ്ഞെടുക്കാം, അതിനെ സ്വീകരിക്കാം. ഒരിക്കലും യഖീനിന്റെ അടിസ്ഥാനത്തിലാകരുത്. അള്ളാഹുമായിട്ടാണ് നമ്മുടെ കാര്യങ്ങളുടെ അവലംബമെങ്കിൽ യഥാർത്ഥ തവക്കുലായി. ഇനി അള്ളാഹ് അല്ലാത്തവരെയാണ് നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ അവലംബിക്കുന്നത് എങ്കിൽ, വസ്തുക്കളെയാകട്ടെ, ശക്തികളെയാകട്ടെ, വ്യക്തികളെയാകട്ടെ, അപ്പം പിന്നെ തവക്കുലിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചവരായി പോകും. അഥവാ നമ്മുടെ ഹൃദയത്തിന്റെ അവലംബം ദുനിയാവിന്റെ വസ്തുക്കളായി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു ദാരിദ്ര്യത്തിന്റെ കവാടം നമ്മുടെ ഹൃദയത്തിന്റെ മുന്നിൽ തുറന്നു കളയും. പിന്നെ നമ്മുടെ ഹൃദയത്തിൽ സമ്പന്നത ഉണ്ടാകുകയില്ല. അഥവാ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു അവലംബമായി അവന്റെ മേൽ നമ്മുടെ കാര്യങ്ങൾ ബരമേൽപ്പിക്കുന്നു എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു സമ്പന്നതയുടെ കവാടം തുറക്കുന്നതാണ്. ദാരിദ്ര്യത്തിന്റെ കവാടം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അടച്ചു കളയുന്നതാണ്. അഥവാ നമ്മൾ ഭക്ഷണത്തിന്റെ മേൽ നമ്മുടെ കാര്യങ്ങൾ അവലംബിക്കുന്നുവെങ്കിൽ അയാൾ മുത്തവക്കിലായിരിക്കുകയില്ല, നേരെ മറിച്ച് മുത്തഅക്കിലായിരിക്കും. ആരെങ്കിലും എന്നെ ഭക്ഷിപ്പിച്ചില്ല എങ്കിൽ എനിക്ക് വിശപ്പ് മാറുകയില്ല, എനിക്ക് ആരോഗ്യം കിട്ടുകയില്ല. അഥവാ മനുഷ്യൻ തന്റെ ആവശ്യങ്ങൾ സൃഷ്ടികളുടെ മുന്നിൽ സമർപ്പിക്കുന്നുവെങ്കിൽ അയാൾ ഒരിക്കലും മുത്തവക്കിലായിരിക്കുകയില്ല, നേരെ മറിച്ച് അയാൾ മുത്തഅക്കിലായിരിക്കും. ജനങ്ങളിൽ നിന്ന് ഭക്ഷണം ആവശ്യപ്പെടുന്ന ആളായിരിക്കും, ജനങ്ങളിൽ നിന്ന് ദുനിയാവിന്റെ വസ്തുക്കൾ ആവശ്യപ്പെടുന്ന ആളായിരിക്കും. മൗലാന ഇല്യാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, ജിബ്രീൽ വലിയ ശക്തിയുള്ള ആളാണ്. മഖ്ലൂക്കുകളിൽ വലിയ ശക്തിയുള്ള ആളാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരിക്കലും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മേലും അവലംബം ഉണ്ടായില്ല. തീ കുണ്ടാരത്തിലിട്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് സഹായത്തിന് വേണ്ടി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാമിനെയും അസ്ഥിരപ്പെടുത്തുകയുണ്ടായി. നിങ്ങളുടെ ആവശ്യം എനിക്കില്ല, അള്ളാഹുവിന്റെ ആവശ്യക്കാരനാണ് ഞാൻ. അള്ളാഹു അല്ലാത്തവരെ നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ ആ പേടിക്കപ്പെടുന്ന വസ്തുക്കള്, ശക്തികള്, വ്യക്തികള് നമ്മളെ കീഴടക്കിക്കൊണ്ടേയിരിക്കും. ലാ യഖാഫു ലദയ്യൽ മുർസലൂൻ. അള്ളാഹു
അയച്ച പ്രവാചകന്മാര് അവര് അള്ളാഹു അല്ലാത്തവരെ പേടിക്കുകയില്ല. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്താണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കൂട്ടത്തില് നജിദിലേക്ക് പുറപ്പെടുകയുണ്ടായി യുദ്ധത്തിന് വേണ്ടി. ഞങ്ങൾ മടങ്ങി വരുന്ന വഴിയിൽ ഉച്ച സമയമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വിശ്രമത്തിനുള്ള അനുവാദം നൽകി. സഹാബാക്കളായ മഹാരഥന്മാര് വ്യത്യസ്തമായ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ വിശ്രമിക്കാൻ വേണ്ടി പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഒരു വൃക്ഷത്തിന്റെ ചോട്ടിൽ ഉറങ്ങി. വാളിനെ ഒരു വൃക്ഷത്തിന്റെ ശിഖരത്തിൽ തൂക്കിയിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഉറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ വാള് ഒരു അറാബിയായ മനുഷ്യൻ അയാളുടെ കൈവശത്താക്കിയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ശബ്ദമുണ്ടാക്കി. സഹാബാക്കൾ നബി തങ്ങളുടെ അടുക്കൽ ഒരുമിച്ച് കൂട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കൽ സഹാബാക്കൾ വന്ന് നോക്കുമ്പോൾ നബി തങ്ങളുടെ വാളിനെ ഒരു അറാബിയായ മനുഷ്യൻ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ആ ഗ്രാമവാസി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു, മയ്യംനഉക മിന്നി, ആരാണ് എന്നെ ഈ വാളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അപ്പോൾ തന്നെ പറഞ്ഞു, അല്ലാഹ് എന്നെ രക്ഷിക്കും. ആ ഗ്രാമവാസി വീണ്ടും ചോദിച്ചു, നിങ്ങൾ ആരാണ് ഈ വാളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാം പ്രാവശ്യവും പറഞ്ഞു, അല്ലാഹ് എന്നെ രക്ഷപ്പെടുത്തും. ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് വാള് താഴെ വീണുപോയ ആ അറാബിയായ മനുഷ്യൻ താഴെ ഇരുന്നു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതികാരം വാങ്ങിയില്ല, അദ്ദേഹത്തിനോട് പ്രതിരോധിച്ചില്ല. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മുഹാരിബ് ഗൈത്ഫാൻ ഗോത്രവുമായി യുദ്ധം ചെയ്യുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്കുമ്പോൾ മുസ്ലിമീങ്ങൾ അശ്രദ്ധയിലാണ്. ഗൗറസ് ബിൻ ഹാരിസ് എന്ന് പറയുന്ന ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കലെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മുന്നിൽ വാളുമായി നിന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയുണ്ടായി, ആരാണ് എന്നെ ഈ വാളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അല്ലാഹ് എന്നെ രക്ഷപ്പെടുത്തും. ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് വാള് താഴെ വീണുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ തങ്ങളുടെ പരിശുദ്ധമായ കൈകൊണ്ട് ആ വാളെടുത്തു. നബി തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, മയ്യംനഉക മിന്നി, ആരാണ് നിങ്ങളെ ഈ വാളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ പറഞ്ഞതിന്റെ ലക്ഷ്യം നിന്നെ ഞാൻ കൊല്ലുമെന്നല്ല. നിങ്ങളും പറയണം അല്ലാഹ്യാ രക്ഷപ്പെടുത്തുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് നബി തങ്ങൾ അത് ചോദിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളും ചോദിച്ചു, മയ്യംനഉക മിന്നി, ആരാണ് എന്നിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ദഅവത്താണ് ആഗ്രഹിച്ചത്. ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ രണ്ടാമതും ചോദിച്ചു, നിങ്ങളെ ആരാണ് എന്നിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്? അപ്പൊ അയാൾ പറഞ്ഞു, അള്ളാന്റെ റസൂലെ, നിങ്ങൾ എന്നോട് നല്ല നിലയിൽ പെരുമാറിയാലും, നല്ല മുആമല നിങ്ങൾ എന്നോട് പെരുമാറുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് അംഗീകരിച്ചുകൂടെ അല്ലാഹ് അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല എന്ന്? ആ മനുഷ്യൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ എന്ത് ചെയ്യത്തില്ല, ഈ ഷഹാദത്ത് പറയുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു വാഗ്ദാനം നിങ്ങളോട് ചെയ്യാണ്, മേലിൽ നിങ്ങൾക്കെതിൽ ഞാൻ ഒരിക്കലും യുദ്ധം ചെയ്യുകയില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അദ്ദേഹത്തിന് വെറുതെ വിട്ടു. ആ മനുഷ്യനാണെങ്കിൽ നാട്ടിൽ പോയി അദ്ദേഹത്തിന്റെ കബീലക്കാരോട് പറയുകയുണ്ടായി, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത് മനുഷ്യരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള വ്യക്തിയുടെ അടുക്കൽ നിന്നാണ് വന്നിരിക്കുന്നത്.